والسلام على سيد المرسلين وعلى آله وصحبه الفائزين أما بعد. സ്നേഹമുള്ള പണ്ഡിതന്മാരെ, ബഹുമാനമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ യുവാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങയുടെ ദാസൻ എന്ന് അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞാൽ റസൂലുള്ളാഹിയെ ഇലാഹാക്കൽ വന്നില്ലേ, അതുകൊണ്ട് മുശ്രിക്ക് ആവുകയില്ലേ? ഇതാണ് ചോദ്യത്തിന്റെ താൽപര്യമെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വിളിച്ചിട്ടില്ലെങ്കിൽ അവൻ മുസ്ലിമാവോ എന്നാണ് അതിന് ശരിക്കുള്ള മറുപടി. കാരണം ഖുർആൻ വളരെ വ്യക്തമായ നിലക്ക് ഈ വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം മനസ്സിലാകാൻ വേണ്ടി ആദ്യമായി ഞാൻ പറയാം, ഖുർആനിലെ കുൽ എന്ന വാക്കിന് അർത്ഥം നബിയെ താഴെ പറയുന്നത് നിങ്ങളുടെ വാചകം ആക്കണം എന്നാണ്. നല്ലോണം മനസ്സിലാക്കണേ. ഖുർആനിൽ അല്ലാഹു നബിയോട് കുൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ശേഷമുള്ള വാക്ക് അത് തങ്ങളുടെ വാക്ക് ആക്കണം. അത് എന്റേതല്ല, അത് തങ്ങളുടെ വാചകം ആക്കണം എന്നാണ്. ഉദാഹരണത്തിന് കുൽ നബിയെ തങ്ങളുടെ വാചകാക്കി. എന്തിന്? യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിരീങ്ങളെ, ലാ അഅ്ബുദു, ഞാൻ പൂജിക്കൂല, മാ തഅ്ബുദൂന, നിങ്ങൾ പൂജിക്കുന്നതിന്. അപ്പോ ഞാൻ പൂജിക്കൂല എന്ന് പറയുന്നത് അല്ലല്ലോ, റസൂല. അപ്പൊ കുല്ലിന്റെ ശേഷം പറയുന്ന വാക്ക് അത് റസൂലുള്ളാഹിയുടെ വാക്കാണ്. അതുപോലെ കുൽ തങ്ങളുടെ വാചകം ആക്കി. എന്തിന്? അഊദു ബിറബ്ബിൽ ഫലഖി, ഫലക്കിന്റെ റബ്ബിനോട് ഞാൻ അഭയം തേടുന്നു എന്നതിന്. അത് അല്ലല്ല അഭയം തേടുന്നത്, റസൂല. കുൽ അഊദു ബിറബ്ബിൻ നാസ്, കുൽ തങ്ങളുടെ വാചകം ആക്കി. എന്തിന്? അഊദു ബിറബ്ബിൻ നാസ്, ലോക ജനതയുടെ റബ്ബായ നിന്നോട് നിന്റെ അടുക്കൽ ഞാൻ അഭയം തേടുന്നു എന്നതിന്. ഈ അടിസ്ഥാനത്തില് ഖുർആനിന്റെ ഒരു തല മുതൽ മറ്റേ തല വരെ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമാകും കുല്ലിന്റെ ശേഷമുള്ള വാക്ക് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ വാക്കാക്കാനാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നതെന്ന്. ആ അടിസ്ഥാനത്തില് അള്ളാഹു പറയുന്നു, നിങ്ങൾ ചിന്തിക്കൂ, കുൽ നബിയെ തങ്ങളുടെ വാചകം ആക്കി. എന്തിന്? യാ ഇബാദി, എന്റെ ദാസന്മാരെ എന്നതിന്. നബിനെ കൊണ്ട് നമ്മളെ വിളിപ്പിക്കുക. കുൽ തങ്ങളെ വാചകാക്കി. എന്തിന്? യാ ഇബാദി, എന്റെ ദാസന്മാരെ എന്നതിന്, എന്റെ അബ്ദുകളെ എന്നതിന്. അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, ശരീരം കൊണ്ട് അവിവേകമാകുന്ന പലതും ചെയ്തു കൂട്ടിയ എന്റെ ദാസന്മാരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിയണ്ട. അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് നമ്മളെ വിളിപ്പിച്ചു എന്റെ ദാസന്മാരെ എന്ന്. പിന്നെ നമ്മക്കെന്താ? അബ്ദുക്ക, നിങ്ങളുടെ ദാസനായ അബ്ദുക്കൽ മിസ്കീനു, തങ്ങളുടെ ഈ സാധുവായ അടിമ എന്ന് എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ? നമ്മളെ റസൂലിനെ കൊണ്ട് അബ്ദ് എന്ന് വിളിപ്പിച്ചാൽ നമുക്കെന്തുകൊണ്ട് ഞാൻ തങ്ങളുടെ അബ്ദാണെന്ന് പറഞ്ഞുകൂടാ? അങ്ങനെ പറയുമ്പോൾ അതിന്റെ പേരിൽ അല്ലാഹുവിനെ ഇലാഹാക്കൽ അല്ല റസൂലുള്ളാഹിയെ ഇലാഹാക്കൽ വരുമെന്ന് എങ്ങനെ നമുക്ക് ധരിക്കാൻ കഴിയും? ഇനി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
പറയുന്നു, അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ മുഴുവനും യജമാനനാണ്. യജമാനന്റെ നേരെ ഓപ്പോസിറ്റ് വാക്കെന്താ? എന്താ? അടിമ. ഒരാള് യജമാനനായി കഴിഞ്ഞാൽ കീഴിലുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ ദാസന്മാർ. അപ്പൊ റസൂലുള്ളാഹി പറയാ, അന സയ്യിദു വൽദി ആദം. ഒരു പ്രാവശ്യം സഹാബത്തിന് ഭക്ഷണം കൊടുത്തു വെച്ചു, റസൂലുള്ളാഹിയും ഉണ്ട്. ആ ഭക്ഷണത്തിൽ നിന്ന് റസൂലുള്ളാഹി കുറകെടുത്ത് പൊന്തിച്ച് വായയിലേക്ക് ഉയർത്തിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ മുഴുവനും യജമാനനാ. വലാ ഫഖ്റ. ഈ പ്രഖ്യാപനം ഞാൻ നടത്തുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരു സ്ഥാനം സ്ഥാപിക്കാനല്ല. എന്നിൽ കൂടെ നിങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. അബ്ദുകള് ആ അബ്ദുകള് അവരുടെ യജമാനതിൽ കൂടെ അല്ലാതെ അവരുടെ കാര്യങ്ങൾ ഒരിക്കലും സാധിച്ചെടുക്കാൻ അവർക്ക് സാധ്യമല്ല. ഇത് പഠിപ്പിക്കാനാണ് ഞാൻ പറയുന്നത്. അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ മുഴുവനും യജമാനനാണ്. വലാ ഫഖ്റ. ഈ പ്രഖ്യാപനം ഞാൻ നടത്തുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരു സ്ഥാനം സ്ഥാപിക്കാനല്ല, നേരെ മറിച്ച് എന്നിൽ കൂടെയുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾ എന്നിൽ കൂടെ നേടിയെടുക്കണം എന്ന് നിങ്ങളെ ധരിപ്പിക്കാനാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം വെച്ച് അബ്ദുൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലനി യാ ബഷീറു യാ നദീറു എന്ന ഈ അഭിസംബോധനം ഒരിക്കലും അല്ലാഹു വിളിപ്പിച്ച ആ വിളിയുടെ അടിസ്ഥാനത്തിൽ ശിർക്കാവുകയില്ല എന്നല്ല. ഒരു ദോഷിയായ ആള് ആ വിളിക്കൽ ആ ദോഷിക്ക് നിർബന്ധം ആണ് എന്നാണ് അതുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം അല്ലാഹു മറ്റൊരു വാചകത്തിൽ പറയുന്നു, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. വലൗ അന്നഹും യളമു അൻഫുസഹും, അവര് ശരീരം കൊണ്ട് അവിവേകമാവുന്ന പ്രവർത്തനങ്ങൾ കണക്കില്ലാതെ ചെയ്തു കൂട്ടിയാൽ ജാഊ, അവര് വന്നോളണം തങ്ങളുടെ അടുക്കലേക്ക്. എന്നിട്ട് തങ്ങളോട് ഇങ്ങനെ സംഭവിച്ചു നബിയെ എന്ന് തങ്ങളുടെ അടുക്കൽ അവര് വേവലാതിപ്പെടണം. അങ്ങനെ വേവലാതിപ്പെട്ടാൽ അവർക്ക് അല്ലാഹുവിൽ നിന്ന് മഗ്ഫിറത്ത് ലഭിക്കും. അതല്ലേ നാം ചെയ്യുന്നത്? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്ദിൻ വഅദദ്. എണ്ണമില്ലാത്ത ദോഷങ്ങള് ഞാൻ ചെയ്തു വെച്ചു. ലേഖ അഷ്കു, ആ ചെയ്തു വെച്ച ആ പാപമോചനത്തിന്റെ ഗൗരവം ഞാൻ തങ്ങളുടെ മുന്നിൽ വളരെ വിനയത്തോടുകൂടെ അവതരിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക. അവിവേകമാവുന്ന പ്രവർത്തനം ശരീരം കൊണ്ട് കണ്ടമാനം ചെയ്തു കൂട്ടിയാൽ അവർ നിർബന്ധമായും തങ്ങളടുക്കൽ വന്ന് വേവലാതിപ്പെടണം. തങ്ങൾ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം. എന്നാലേ അവരുടെ ആ വേവലാതി അല്ലാഹു സ്വീകരിക്കുകയും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അവർക്ക് മഗ്ഫിറത്ത് ലഭിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് ഹബീബ് പറഞ്ഞു. ഇത് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ എതിരാളികള് അത് റസൂലുള്ളാഹിയുടെ ജീവിതകാലത്തേക്ക് പറഞ്ഞതല്ലേ എന്ന് സംശയം പെടാൻ സാധ്യതയുണ്ട്. അതും ശരിയല്ല. കാരണം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹയാത്തി, ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള കാലഘട്ടം ഖൈറുല്ലക്കും, എന്നിൽ കൂടെ ആനുകൂല്യങ്ങള് നേടിയെടുക്കാനുള്ള കാലഘട്ടം ആണ്. വമമാതി, ഞാൻ നിങ്ങളുടെ രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറി നിൽക്കുന്ന കാലം ഖൈറുല്ലക്കും, അതും എന്നിൽ കൂടെ നിങ്ങൾക്ക്
ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള കാലഘട്ടം ആണ്. തുറന്നുമാലുക്കും നിങ്ങൾ പറയണത്, ചെയ്യുന്നത്, ചിന്തിക്കുന്നത് മുഴുവൻ എന്റെ അടുക്കൽ ഹാജറ. വമാറഅയ്തുമിൻ ഖൈരിൻ, ആ ഹാജറുള്ള വിഷയത്തില്, ഹാജരാക്കപ്പെടുന്ന വിഷയത്തില് നിങ്ങൾ ചെയ്ത ഖൈറാണോ എന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഹമിദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. വമാറഅയ്തുമിൻ ശദ്ദിൻ, നേരെ മറിച്ച് നിങ്ങൾ ചെയ്യുന്ന കുരുത്തക്കടാണോ എന്റെ ദൃഷ്ടിയിൽപ്പെടുന്നത്. ഇസ്തഗ്ഫർതു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കാൻ പറയും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, ഹയാത്തി, ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള കാലഘട്ടം ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് എന്നിൽ കൂടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള കാലഘട്ടമാണ്. മമാത്തി, നിങ്ങളിൽ നിന്ന് വേറിട്ട് ഞാൻ റഫീഖുൽ അഅലയുടെ സ്വഭാവത്തിലേക്ക് മാറിയ കാലഘട്ടം ഖൈറുൽ ലക്കും, അതും നിങ്ങൾക്ക് എന്നിൽ കൂടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള കാലഘട്ടം. അമാലുക്കും, നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ പറയുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ എന്റെ അടുക്കൽ ഹാജറ. ഫമാറഅയ്തുമിൻ ഖൈരിൻ, ആ ഹാജരാക്കപ്പെടുന്നത് ഖൈറാണെങ്കിൽ ഹമിദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. വമാറഅയ്തുമിൻ ശദ്ദിൻ, അത് കുരുത്തക്കടാണെങ്കിലോ അല്ലാഹ് അതാ എന്റെ ഉമ്മത്തി അവന്റെ അവിവേകം കൊണ്ട് ചെയ്തതാണ്, അതിനാണ് കൊടുത്തു കൊടുക്കണം കേട്ടോ എന്ന് ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ എന്താക്കും, റെക്കമെൻഡ് ചെയ്യും. ഇത് പറയുമ്പോ ചിലപ്പോ വഹാബി ചിന്തിക്കുന്നുണ്ടാവും, ഈ ഹദീസ് അത്രമാത്രം ബലപ്പെട്ടതാണോ എന്ന്. അപ്പോ എനിക്ക് ആ വഹാബിനോട് പറയാനുള്ളത്, റസൂലുള്ളാഹി ഇതൊരു ആയത്തിന്റെ വിശദീകരണമായി പറഞ്ഞതാ. എന്താണ് ആ ആയത്ത്? യഅമലു, വഖുൽ, തങ്ങൾ പറയും, യഅമലു, നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞോളി, ചെയ്യാനുള്ളതൊക്കെ ചെയ്തോളി, ഓർക്കാനുള്ളതൊക്കെ ഓർത്തോളി. ഫസയറല്ലാഹ്, അതൊക്കെ അല്ലാഹ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോ? എപ്പോഴും, എന്നും, എപ്പോഴും. നിങ്ങൾ എന്ത് ചെയ്താലും അത് റസൂലുള്ളാഹി കാണുന്നു. നിങ്ങൾ എന്ത് പറഞ്ഞാലും റസൂലുള്ളാഹി കേൾക്കുന്നു. നിങ്ങൾ എന്ത് ചിന്തിച്ചാലും റസൂലുള്ളാഹി അത് കാണുന്നു. അള്ളയാണല്ലോ പറയണത്. ഇതിന്റെ ഒരു വ്യാഖ്യാനം എന്ന നിലക്കാ റസൂലുള്ളാഹി പറഞ്ഞത്, ഹയാത്തി, ഞാൻ ഉള്ളപ്പോഴും മമാത്തി ഇല്ലാത്തപ്പോഴും നിങ്ങൾക്ക് എന്നിൽ കൂടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാം എന്ന് പറയണത്. അപ്പൊ ഇർത്തക്കബത്ത് ചൊല്ലിന്റെ പേരിൽ ഒരാള് നരകത്തിലേക്ക് പോകും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മണ്ടത്തരം എന്നല്ലാതെ അതിന് വേറെ വാക്കുകൾ പ്രയോഗിക്കാനില്ല. അബ്ദുക്കൽ മിസ്കീനു എന്ന് റസൂലുള്ളാഹിയെ കൊണ്ട് നമ്മെ വിളിപ്പിച്ചു. ആ വിളി അനുസരിച്ച് നാം റസൂലിനോട് തങ്ങളുടെ സാധുവായ അടിമ എന്ന് പറഞ്ഞാൽ അത് ഇലാഹാക്കലാകും എന്ന് വരികയാണെങ്കിൽ ആ ഇലാഹാക്കാന് നമ്മളോട് റസൂലുള്ളാഹി പഠിപ്പിച്ചതാ. ഇതൊന്നും നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മുശ്രിക്കാക്കാൻ എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നോക്കാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി നോക്കാം. ഇതേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളൂ. ഈ പറഞ്ഞ എല്ലാ വിഷയത്തിലും, ഏത് വിഷയത്തിലും എന്ത് സംശയം നിങ്ങൾക്കുണ്ടെങ്കിലും ഇനി അത് തീർക്കാനുള്ള സമയമാണ്. അതിന് അവസരം തന്നുകൊണ്ട് ഞാൻ ഈ ചോദ്യത്തിന് അർഹമായ മറുപടി ആയിട്ടുണ്ടാവുമെന്ന വിശ്വാസത്തിൽ ഇവിടെ ഒഴിഞ്ഞിരിക്കുന്നു. ഉപചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, മറുപടി നമുക്ക് നൽകാം.